ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലീഡ് ഹുക്ക് എങ്ങനെ ചെയ്യാവുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ജാബ്, ക്രോസ് പോലുള്ള പഞ്ചസ് ഇൻ 3 സ്റ്റെപ്പിൽ എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ യൂട്യൂബിലെ പ്ലേലിസ്റ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലീഡ് ഹുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്, അതും ഇൻ 3 സ്റ്റെപ്പിൽ എങ്ങനെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഗാർഡ് പൊസിഷനിൽ നിൽക്കുക. ഗാർഡ് പൊസിഷനിൽ നിന്നതിന് ശേഷം നിങ്ങളുടെ 2 കൈകളും 2 സൈഡിലേക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് എൽ ഷേപ്പിലാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഫസ്റ്റ് ബേസിക് എന്ന് പറയുന്നത് നിങ്ങൾ സൈഡിലേക്ക് ടേൺ ചെയ്യുക. ഫസ്റ്റ് വൺ ടേൺ ചെയ്യുക. ടേൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ് ഫ്രണ്ടിലേക്കായിരിക്കണം, നിങ്ങളുടെ ഷോൾഡർ ലെവലിലായിരിക്കണം നിങ്ങളുടെ ഫ്രണ്ട് ഹാൻഡ് വരേണ്ടത്. താഴാൻ പാടില്ല. ഫ്രണ്ട് ഷോൾഡർ ലെവലിൽ തന്നെ കീപ്പ് ചെയ്യുക. ബാക്ക് അഗെയിൻ ടേൺ, ബാക്ക് അഗെയിൻ ടേൺ. ഇങ്ങനെ ചെയ്യുക. ഒരു കപ്പിൾ ഓഫ് ടൈംസ് ഇങ്ങനെ ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൈ ഇവിടെ വെക്കുന്ന കയ്യിൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് നിങ്ങളുടെ ഫേസിനോട് ചേർത്ത് വയ്ക്കുക. ലെഫ്റ്റ് ഹാൻഡ് അവിടെ തന്നെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഇപ്പൊ ചെയ്ത സെയിം പ്രോസസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബോഡി റൊട്ടേറ്റ് ചെയ്യുക വിത്ത് ഹാൻഡ്. ബാക്ക് ടേൺ, ബാക്ക് ടേൺ, ബാക്ക് ടേൺ. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗാർഡ് പോസ്റ്റിലേക്ക്, ബാക്ക് ടു ഗാർഡ് പോസ്റ്റിലേക്ക് വരുന്നു. ഇത് നമ്മൾ ഗാർഡ് പോസ്റ്റിൽ നിന്നാണ് ചെയ്യുന്നത്. ഗാർഡ് പോസ്റ്റിൽ ഹാൻഡ് വെക്കുക. അതിനുശേഷം ഫേസ് ലെവലിൽ നിന്ന് കൈ കുറച്ച് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇതൊരു പാത്ത് മെത്തേഡായിട്ടാണ് ചെയ്യുന്നത്. കൈ കുറച്ച് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് കൈ ടേൺ ചെയ്ത് ഹുക്കിലേക്ക് കൺവേർട്ട് ചെയ്യുക. ബാക്ക് ടേൺ, ഹുക്ക്, ബാക്ക്, പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, ടേൺ, ഹുക്ക്, ബാക്ക്. എങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഷോൾഡർ ടു ഷോൾഡർ ആയിരിക്കണം നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും. നിങ്ങളുടെ പഞ്ചിന്റെ ഫിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഷോൾഡറിന്റെ ഈ ലെവലിൽ നിന്നായിരിക്കണം, എൻഡ് ചെയ്യേണ്ടത് ഇവിടെ ആയിരിക്കണം. സോ കൈ പുറത്തേക്ക് എടുക്കുക, കുറച്ച് വൈഡായിട്ട് ഹുക്ക് ചാർജ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം പുൾ ബാക്ക് ചെയ്യുക. ടേൺ, ഹുക്ക്, ബാക്ക്. ചെയ്യുന്ന സമയത്ത് മാക്സിമം ഷോൾഡർ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കറക്റ്റ് ഒരു എൽ ഷേപ്പിലേക്ക് കൈ കൊണ്ടുവന്നിട്ട് വേണം നിങ്ങൾ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേ മാക്സിമം റീച്ച് കിട്ടുള്ളൂ. ഇത് ബേസിക് ആയിട്ട് പഞ്ച് പഠിക്കുന്ന സമയത്ത്, ഒരു ഹുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ആക്ച്വൽ ഫൈറ്റിൽ വരുമ്പോൾ നമ്മുടെ വൈറ്റ് ഹുക്കും കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഹുക്ക് ഒക്കെ നമ്മൾ ഫൈറ്റിന് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ബട്ട് നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹുക്ക് പഠിക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു എൽ ഷേപ്പ് കീപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും കറക്റ്റായിട്ട് ലിമിറ്റ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുക, ദെൻ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുക. അവിടെ നിന്ന് പാസ് ചെയ്ത് പോകരുത്. അത് പലപ്പോഴും നിങ്ങൾ ഹുക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കൗണ്ടർ അറ്റാക്ക് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. സോ മാക്സിമം നിങ്ങൾ വൈഡ് ആക്കുക, ദെൻ അവിടെ നിന്ന് ഹുക്ക് ചെയ്യുക, ബാക്ക് ടു പെട്ടെന്ന് ഗാർഡിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് ബേസിക് ആയിട്ട് പഞ്ച് പഠിക്കേണ്ട ഒരു മെത്തേഡാണ്. ഈ 3 സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് ബേസിക്കലി ഹുക്ക്, ലീഡ് ഹുക്ക് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്തതായിട്ട് വരുന്നത് ബാക്ക് ഹുക്ക്, നിങ്ങളുടെ റിയർ ഹുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് അടുത്തത് ഇനി വരാനുള്ളത്. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.